ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹൽവയാണ്. പപ്പായ വെച്ചിട്ടാണ് ഞാൻ ഈ ഹൽവ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ് ഈ പപ്പായ ഹൽവ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പപ്പായ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പപ്പായ വേണം ഹൽവ ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ. ഇനി നമുക്ക് ഈ പപ്പായ ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ പപ്പായ നല്ലപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ അരച്ചെടുക്കണം. ഇതിപ്പോൾ അരച്ച ശേഷം 3 കപ്പുണ്ട്. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായ ശേഷം പപ്പായ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. പപ്പായ പേസ്റ്റ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ സമയത്ത് തീ കൂട്ടി വെച്ച് നല്ലപോലെ ഇളക്കി ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ പപ്പായ പേസ്റ്റ് ഒന്ന് ചൂടായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയുണ്ട്. ഇനി ഒരു 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ചേർത്തത്. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് കുറുകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് കോൺഫ്ലവർ ചേർക്കണം. ഞാനിവിടെ 1/2 കപ്പ് കോൺഫ്ലവറിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലവർ ചേർക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം കോൺഫ്ലവർ ഒഴിക്കാനായിട്ട്. അതുപോലെ കോൺഫ്ലവർ ഒഴിക്കുന്നത് 1 കപ്പ് ഒരു കൈ കൊണ്ട് ഒഴിച്ച ശേഷം മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുത്ത് തന്നെ ഒഴിക്കണം. കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അല്ലെങ്കിൽ കോൺഫ്ലവർ ഒഴിക്കുന്ന സമയത്ത് ഇതങ്ങ് കട്ടയായി പോവും. അങ്ങനെ കട്ടയായി പോകാതിരിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറേശ്ശായിട്ട് ഒഴിച്ച് നല്ലപോലെ ഇളക്കിയെടുക്കാം. കോൺഫ്ലവർ മുഴുവനും ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തീ കുറച്ച് വയ്ക്കണം. തീ മീഡിയത്തിലും ലോയിലും മാറി മാറിയിട്ട് നല്ലപോലെ ഇളക്കി കട്ടിയാക്കി എടുക്കാം. തീ കൂട്ടി വെച്ച് ഒരിക്കലും ഹൽവ ഉണ്ടാക്കരുത്. അങ്ങനെയാണെങ്കിൽ ഹൽവയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകില്ല. ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് നെയ്യ് ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കട്ടിയാക്കി എടുക്കാം. നെയ്യ് കുറേശ്ശായിട്ട് ഒഴിച്ച് വേണം ഹൽവ ഉണ്ടാക്കാനായിട്ട്. മുഴുവൻ നെയ്യും കൂടെ ഒരുമിച്ച് ഒഴിക്കരുത്. കുറേശ്ശായിട്ട് നെയ്യ് 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് വേണം ഹൽവ ഉണ്ടാക്കാനായിട്ട്. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. തീ കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ മാത്രം ഉണ്ടാക്കണമെന്നില്ല. വെളിച്ചെണ്ണ കൂടെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേർക്കണമെങ്കിലും അങ്ങനെ ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് കട്ടിയായി വന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ടുണ്ട്. കാഷ്യൂസ് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഏലക്കാപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഞാനിതിലേക്ക് ആകെ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഞാനിത് നെയ്യ് മാത്രം ഒഴിച്ചിട്ടാണ് ഈ ഹൽവ ഉണ്ടാക്കുന്നത്. നെയ്യ് ഒഴിക്കുന്നതാണ് ഈ ഹൽവയ്ക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ തവിയിൽ ഇങ്ങനെ കോരി എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് വീഴുകയാണ്. ഇങ്ങനെ വേണ്ട, കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരണം. അതിനായിട്ട് കുറച്ച് സമയം കൊണ്ട് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് തന്നെ വയ്ക്കണം. മീഡിയത്തിലും ലോയിലും മാറി മാറിയിട്ട് വേണം ഹൽവ ഉണ്ടാക്കാനായിട്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വരണം. അതുവരെ ഒന്ന് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഹൽവ ഉണ്ടാക്കാനായിട്ട് ആകെ ഒരു 3/4 മണിക്കൂർ സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ 3/4 മണിക്കൂർ സമയം എടുത്താലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഹൽവ നല്ല പരുവമായിട്ടുണ്ട്. ഇതുപോലെ തവിയിൽ കോരുമ്പോൾ നല്ല വിട്ട് വരണം. അതുപോലെ ഹൽവ മുഴുവനും പാത്രത്തിൽ നിന്നും വിട്ട് വരണം. അതാണ് പരുവം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ ഈ ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലൊരു ഗ്ലാസിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ ഈ ഹൽവ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഈ ഗ്ലാസിൻ്റെ പാത്രം തന്നെ വേണമെന്നില്ല. സ്റ്റീൽ പാത്രവും അല്ലെങ്കിൽ അലുമിനിയം പാത്രം ഏതെങ്കിലും ഒരു പാത്രം മതിയാകും. അതിലൊന്ന് നെയ്യ് തടവിയിട്ട് ഒഴിച്ചാൽ മതി. ഇനി ഈ സ്പാച്ചിലോ സ്പൂണോ വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗം ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2-3 മണിക്കൂർ നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഹൽവ നന്നായിട്ട് സെറ്റായിട്ട് വരും. ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ ഈ ഹൽവ ഉണ്ടാക്കിയത്. ഞാൻ രാവിലെയാണ് ഇതെടുത്തത്. ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നന്നായിട്ട് ഹൽവ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഹൽവ പെട്ടെന്ന് തന്നെ ഇളകി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് തന്നെ ഹൽവ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.